മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയെയും വധിക്കാൻ ശ്രമിച്ച കേസ് CPM നേതൃത്വത്തെ ആകെ ചരിത്രത്തിലില്ലാത്ത വിധം കടുത്ത നിയമക്കുരുക്കിലേക്ക് നയിക്കുന്നു. അക്രമം സ്വാഭാവിക ജനരോക്ഷമല്ലെന്നും കൃത്യമായ പാർട്ടി നിർദ്ദേശപ്രകാരം നടന്ന ആസൂത്രിത ഗൂഢാലോചനയാണെന്നുമുള്ള സംശയം ബലപ്പെടുത്തുന്ന ഡിജിറ്റൽ തെളിവുകൾ പുറത്തു വന്നതോടെയാണിത്. കേസിൽ വധശ്രമം ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തി 200-ലേറെ CPM പ്രവർത്തകരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഇതിൽ EDയുടെ വാഹനങ്ങൾ തകർത്ത 25ഓളം പേരെ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിലവിൽ മ്യൂസിയം പോലീസിന് പുറമെ ഷാഡോ ഡാൻസ് ഓഫ് സംഘങ്ങളും മറ്റ് സ്റ്റേഷനുകളിലെ പോലീസുകാരും ചേർന്ന് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രതികളുടെ വീടുകളിലും ബന്ധുവീടുകളിലും ലോഡ്ജുകളിലും വ്യാപക റെയ്ഡ് നടത്തുകയാണ്. തിരിച്ചറിഞ്ഞ 8 പ്രധാന പ്രതികൾക്കായി പോലീസ് ഇതിനോടകം തന്നെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കനത്ത ആക്രമണത്തിൽ ക്രമസമാധാനം പാലിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്ന ആക്ഷേപം ശക്തമായതോടെയാണ് ഒളിവിലുള്ള പ്രതികളെ പിടികൂടാൻ ആഭ്യന്തര വകുപ്പ് തിരക്കിട്ട നീക്കം നടത്തുന്നത്. കേസിലെ ഒന്നാം സാക്ഷിയാകാൻ സാധ്യതയുള്ള അക്രമികൾ തകർത്ത വാടക കാറിന്റെ ഡ്രൈവർ ശ്യാമിനെ സ്വാധീനിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുമുള്ള AA റഹീം MP നടത്തിയ നീക്കങ്ങളും കേന്ദ്ര ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. താനൊരു CPM അനുഭാവിയായിരുന്നിട്ടും തന്റെ ജീവനമാർഗം തകർത്തതിലുള്ള വിഷമം ശ്യാം മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് AA റഹീം ശ്യാമിനെ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും കാറിന്റെ കേടുപാടുകൾ തീർക്കാൻ പാർട്ടി വകയായി വലിയ തുക നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. പുറമേക്ക് ഇതൊരു മാനുഷിക പരിഗണനയായി പാർട്ടി ചിത്രീകരിക്കുമ്പോൾ വിചാരണാ വേളയിൽ കേസിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഏറ്റവും നിർണായക സാക്ഷിയെ പ്രലോഭിപ്പിച്ചു ഒപ്പം നിർത്താനുള്ള പ്രത്യക്ഷ നീക്കമായാണ് ED ഇതിനെ കോടതിയിൽ ഉയർത്തി കാണിക്കുക. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും പ്രതിഭാഗത്തുള്ള ഉന്നത നേതാക്കൾ ശ്രമിക്കുന്നു എന്ന പ്രോസിക്യൂഷൻ വാദം പ്രതികൾക്ക് ദീർഘകാലം ജാമ്യം നിഷേധിക്കപ്പെടാൻ കാരണമാകും. കേരള പോലീസ് നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ ഗൂഢാലോചനയിൽ പങ്കാളികളായ CPM ഉന്നത നേതാക്കൾ മുഴുവൻ പ്രതിപ്പട്ടികയിൽ വരും. എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളാൽ സംസ്ഥാന പോലീസ് ഉന്നതരിലേക്ക് അന്വേഷണം നീട്ടിയില്ലെങ്കിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ക്രൂരമായ വധശ്രമമായതിനാൽ കേസ് CBIക്ക് വിടാൻ കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെട്ടേക്കും. വിദേശ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം തടസ്സപ്പെടുത്താൻ ഔദ്യോഗിക പാർട്ടി സംവിധാനം ഉപയോഗിച്ച് കേന്ദ്ര ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന ഗൗരവമേറിയ വാദമാണ് ED കോടതിയിൽ ഉന്നയിക്കുക. കേസിൽ CBI അന്വേഷണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ കേസിൽ പ്രതിയാക്കപ്പെടുന്ന അസാധാരണ സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. അതേസമയം തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെയും വീണ വിജയന്റെയും വീട്ടിൽ നടന്ന റെയ്ഡിന് ശേഷമുണ്ടായ ആക്രമണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ED. കാറുകൾ തകർത്തിട്ടും ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടും CRPF ജവാന്മാരും ED ഉദ്യോഗസ്ഥരും സംയമനം പാലിക്കുകയാണെന്നും ED വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം CMRL കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയവരുടെ പട്ടികയിലെ രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഉടൻ അന്വേഷണമുണ്ടാകില്ലെന്നും ED സൂചന നൽകി. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ആദായ നികുതി വകുപ്പും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. തട്ടിയെടുത്ത പണം ഏതൊക്കെ വഴികളിലേക്ക് പോയെന്നാണ് ED പരിശോധിക്കുന്നത്. ഈ കേസ് അവസാനിപ്പിച്ച ശേഷമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കൂ.